ഹലോ, ഗുഡ് നൈറ്റ് പറയാൻ വന്നതാണ്. സമയം ഇപ്പോൾ 9:52 ഉണ്ണേട്ടം വരെ 9:52 10 നമുക്ക് കഥ പറയാനൊന്നും നേരമില്ല. ഞാൻ കഥയൊക്കെ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. നമുക്കതിനൊന്നും സമയമില്ല. നാളെ കഥ പറയാം. പുതുവത്സരത്തിൽ നമ്മൾ ഉണ്ണിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നമ്മളെ ഉണ്ണിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയതാണ്. അങ്ങോട്ട് ഇറങ്ങിയില്ല. അപ്പം നമുക്ക് കഥ പറയാം. വരാൻ നിൽക്കുകയാണ്. അപ്പോൾ ന്യൂ ഇയറൊക്കെ ഇല്ലേ, ഒന്ന് ആഘോഷിച്ചു പോയാൽ കുടുങ്ങി. അതുകൊണ്ട് നേരത്തെ വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല, എത്തും. അപ്പോൾ നമുക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ വർഷം നമ്മൾ കഴിഞ്ഞു പോയി അല്ലേ. ഈ വർഷം അങ്ങോട്ട് എത്ര വേണ്ടാണ് അല്ലേ. നല്ല ഒഴുക്ക് പോലെ അങ്ങോട്ട് കഴിഞ്ഞു പോയി. കുറച്ച് സന്തോഷവും കുറച്ച് സങ്കടങ്ങളും ഒക്കെ ആയിട്ട് ഇനി അടുത്ത പുതുവർഷം നാളെ പിള്ളേരെയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങളായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഈ വർഷത്തിൽ നടക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ആഗ്രഹങ്ങളും നടക്കട്ടെ. അപ്പോൾ അതൊക്കെ നമ്മൾ നാളെ പ്രത്യേകിച്ച് പറയാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാട്ടോ. നമ്മളെ കഥ നമ്മൾ ഇന്നലെ പറഞ്ഞില്ല, അപ്പോൾ നമുക്ക് ഇന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? അങ്ങനെ നമ്മളെ കഥയിലോട്ട് പോവാം, വന്നോളൂ. അപ്പം നമ്മളെന്താ സാബുമോ നേരെ ഇവിടേക്ക് പോയില്ല. എവിടേക്ക്? കടലിട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പം അമ്മ ചോദിച്ചു, മോൻ എത്ര രാവിലെ മോനെ എവിടെ പോയത്? ഇനി ഒന്നുമില്ല അമ്മ, ഉറക്കം കിട്ടിയില്ല. അപ്പം ഞാൻ ഈച്ച് നടക്കാൻ പോയി. ഒന്ന് നടന്ന് വന്ന് ചായയൊക്കെ കഴിച്ച് വന്നതാണെന്ന് പറയാം. എന്താ വെച്ചാൽ അമ്മ ഇടിച്ച് വന്ന് നോക്കുമ്പോൾ ആളില്ലേ. ആളിപ്പോഴും ശാലിയുടെ വീട്ടിൽ കിടന്നുറങ്ങിയതല്ലേ, നല്ല വിറ്റില്ലേ. അങ്ങനെ ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ. അപ്പം അമ്മ കട്ടൻ വേണ്ട, ഇനിയിപ്പോൾ കട്ടൻ വേണ്ട, ഇനി ചായയും കാനും കൂടി മതി എന്ന് പറഞ്ഞ് അകത്ത് പോയി ഒന്ന് കിടക്കും. കിടന്നപ്പോൾ അവൻ്റെ മനസ്സിൽ ഇന്ന് പോകണം, ഇന്ന് വയനാട്ടിലേക്ക് പോകും. അപ്പോൾ ശാലിനെ ഇനി കുറച്ചും കൂടി ഇന്ന് ഫുള്ളോ എനിക്ക് കാണണം എന്നെ. എന്താ വെച്ചാൽ ശാലിനോട് എന്തെന്നില്ലാത്ത കടന്നപ്പൊക്കെ ഇങ്ങനെ അവൻ്റെ മനസ്സിലേക്ക് അവൾ ചോറ് വാരിത്തരുന്നതും മുഖം തുടച്ചു കൊടുക്കുന്നതും, അയ്യോ പറയണ്ട. ഒരുമിച്ച് കിടന്നതും ഒരുമിച്ച് നമ്മളെ മോൻ്റെ നടുവിലുണ്ട്, എന്നാലും അവരെ കൈയും കാലൊക്കെ അറിയാതെ ഒരുമിച്ച് കിടന്നല്ലോ. കൈയൊക്കെ പിടിച്ചിട്ടാണല്ലോ കിടന്നത്. അതുപോലെ തന്നെ കാലിൻ്റെ മേലെ കാലൊക്കെ ഇട്ടുണ്ട്. മോൻ്റെ അത്ര ചെറുതല്ലേ. അതൊക്കെ ആലോചിച്ചു അവനൊരു പുതുമ. അവൻ്റെ ലൈഫേ ശാലിനി മാത്രമുള്ളൊരു ലോകത്തായി പോയി. അവൻ ചോദിക്കും, ഇനി അങ്ങനെ വയനാട്ടിലേക്ക് പോവാ, ശാലിനി എനിക്ക് ഇന്നും കൂടി കാണണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചോ. കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ വേണിച്ചിട്ട് ഓൻ അടക്കളപ്പുറത്ത് തന്നെ നിന്ന് ബ്രഷൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ശാലിനി കുളിക്കാൻ പോവും. കുളിക്കാൻ പോകുമ്പോൾ എന്തായാലും സാബുണ്ടാകുമ്പോൾ ഒന്ന് കിണറ്റിക്കരയിലേക്കൊക്കെ നോക്കും. ഓളെ അടക്കളപ്പുറത്ത് നോക്കിയാൽ അങ്ങനെ കാണാം ദൂരത്തോട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ കിണറ്റിൻകരയിൽ പോയിട്ട് ബ്രഷായിട്ട് ഇങ്ങനെ പല്ലേച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളെ ശാലിനി മോള് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കട്ടോ. അപ്പോൾ ശാലിനി ഡ്രസ്സും തോർത്തും ഒക്കെ കുളിമുറിയുമൊക്കെ കൊണ്ടുപോയിട്ട് വെറുതെ ഒന്ന് അങ്ങോട്ടേക്ക് നോക്കി. അപ്പോൾ അവള് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു. പിന്നെ അവള് ഒരു പ്രാവശ്യം വന്ന് പോണൊക്കെ അവൻ കണ്ട്, സാബു ദൂരെ നിന്ന് കണ്ട്. അപ്പം വിചാരിക്കും എന്താ ഇവള് ഇങ്ങോട്ട് നോക്കാഞ്ഞെന്നൊക്കെ അവൻ വിചാരിക്കും. പിന്നെ അവള് കുളിമുറിയിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത്, സോപ്പ് എടുത്ത് പോവാൻ നിൽക്കുന്ന സമയത്ത് ഒന്ന് കൻ്റുകരയിലേക്ക് നോക്കുമ്പോൾ സാബു മോൻ പല്ലേക്കുന്നു. അപ്പടി ഇവളിങ്ങനെ നോക്കിയാൽ ഒരു വിരലുണ്ട് ഇങ്ങനെ വിളിക്കുമോ. അപ്പോൾ അപ്പടി ഇവളെന്ത് ചെയ്യും, പൂച്ചട്ടി നിറവാണ്. മോട്ടൻ്റെ കുളിക്കാൻ പുറത്ത് ബക്കറ്റിൽ വെള്ളം ഉണ്ടാവും, അതും നിറവാണ്. എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യും, മോട്ടൻ്റെ ബക്കറ്റ് എടുത്തും കണ്ടിട്ട് വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് മുറ്റത്തെ ചെടിക്കും മുറ്റത്തൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് അവൾ വേഗം അമ്മനോട് പറയാണ്ട് ബക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ഇമ്പളെ മോറ്റം കുളിക്കാൻ വന്ന് നോക്കുമ്പോൾ അമ്മേ എൻ്റെ കുളിക്കുന്ന ബക്കറ്റും വെള്ളമൊക്കെ എവിടെയാന്ന് നിൽക്കും. അവിടെ ഉണ്ടല്ലോ മോനെ, അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ അച്ഛൻ പറയും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് കെട്ടിക്കരയിലേക്ക് നോക്കുമ്പോൾ ചേച്ചി ബക്കറ്റായിട്ട് അവിടെ എത്താനേക്കിന് സാബട്ട് അവിടെ വെക്കണം. അപ്പടി അവൻ പറയും, അമ്മ ഞാൻ ഇപ്പോൾ വരാം. അമ്മ അരയ്ക്കുക, രാവിലെ തന്നെ എറ്റിക്കൊക്കെ ചോറ് കറിയൊക്കെ കൊണ്ടുപോകണ്ടേ, അതുകൊണ്ട് അരയ്ക്കുക. അപ്പോൾ ഇങ്ങോട്ടാണ്ട എൻ്റെ വെള്ളം എടുത്ത് ചേച്ചി ചെടിക്കൊക്കെ വെച്ച് ചേച്ചി വെള്ളത്തിന് വെക്കണം, ഞാനൊന്ന് പോയിട്ട് വരാൻ തന്നെ ചെക്ക അങ്ങോട്ട് കൂടും. ഓടി മുന്നിൽ ഓളെങ്കാളം മുന്നിൽ വന്ന് കണ്ടു പോയി. ഓളെ ഈ മോട്ടപ്പം എന്തിനാ ഓടി വന്നേ?
അപ്പോൾ വിളിക്ക് എന്താ മുട്ട വന്നത്, ഏച്ചി വെള്ളം കൊണ്ട് തരാം, ഈ അവിടേക്ക് പോയിക്കുക. അവരെ ഞാൻ ഏച്ചീൻ്റെ വയ്യ വന്നല്ലേ, ഞാൻ സാബേട്ടനെ ഇവിടെ കണ്ടിട്ട് വന്നതാന്ന് പറയും. അപ്പോൾ മോൻ്റെ പറയും പിന്നെ സാബുറെ, എടാ മോൻ്റെ അയ്യ വന്നത് നന്നായി, എന്തേ ഒരു കാര്യം പറയാണ്ട് ചേച്ചിനോടും മോനോടും. എന്താ പിന്നെ സാബേട്ടാന്ന് വയ്ക്കും. അപ്പോൾ പറയും പിന്നെ എടാ ഇന്ന് ഈയും ചേച്ചി സ്കൂളിൽ പോണില്ലേ. സ്കൂളിൽ പോണില്ലേ അതെന്ത്? അപ്പോൾ പറയും നമ്മളിന്നൊരു പിക്നിക്കിന് പോകണം. പൊളിക്കും. ചെക്ക് നല്ല ചാട്ടം ചാടും കേട്ടോ. എന്നിട്ട് നമ്മളൊരു ഫിലിമിനും പോകണം. എന്നിട്ട് സ്കൂൾ വിട്ട സമയത്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ അതൊന്നും പറ്റില്ല, അങ്ങനെയൊന്നും പറ്റില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് അമ്മേനോട് പറഞ്ഞിട്ട് അമ്മേനോട് എന്ത് പറയാനേ. അപ്പോൾ സാബർ മുട്ട അമ്മേനോട് പറയും സ്കൂളിൽ നിന്ന് പിക്നിക്കിന് കൊണ്ടുപോകുന്നുണ്ട്, ഞങ്ങൾ പോകുന്നുണ്ട്, വൈകുന്നേരം ഞങ്ങൾ വരും, വല്ല പാൽ കമ്പനി ഇട്ടാണ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കാട്ടാൻ വേണ്ടി കൊണ്ടുപോകാൻ പിന്നെ ചേച്ചി ഉണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ കേട്ടോ. അത് ഞാൻ സാബേട്ട ഞാൻ എന്തായാലും അമ്മൻ്റെ അടുത്ത് പോയി സമ്മതമാണ്. അപ്പോൾ ഒരു സാബു ഒന്നും നടക്കൂല, ആൾക്ക് പ്രശ്നമാവും. അപ്പോൾ കാർത്തിക ടീച്ചറേയും കൂട്ടിക്കൊണ്ട് നമ്മളെ മോറ്റില്ലാണ്ട് അങ്ങോട്ടും പോകാനില്ല. മോറ്റയ്യ വേഗം വിട്ടോ, ചേച്ചിനോട് രണ്ടുപേർ സംസാരം കൂടി ഞാൻ സംസാരിക്കട്ടെ. അപ്പോൾ എന്താ സാബേട്ട ഞാൻ അവിടെ നിന്നാലും അല്ല ഈ അമ്മൻ്റെ അടുത്ത് പോയി സമ്മതം വാങ്ങിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ചെക്ക വേഗം അങ്ങോട്ട് തന്നെ വിടും. അപ്പോൾ ഞാൻ പറയും എന്തടി ശാലിനി, എന്താ സാബു ഇപ്പം ഇങ്ങനെയൊക്കെ പറയണേ. എടി ഞാൻ വയനാട്ടിൽ പോയാൽ പിന്നെ വരിക എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ സമയത്താവും. ആ കല്യാണത്തിനൊന്നും നേരം ഉണ്ടാവില്ല ശാലിനി, അണക്കേ നിന്ന് തിരിയാൻ നേരം ഉണ്ടാവില്ല, നമുക്ക് കാണാനും നേരം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഞാൻ ദുബായ് പോക്കിനായിരിക്കും വരിക, പിന്നെ 2 കൊല്ലത്തേക്ക് സ്വാഹ നമ്മൾ കാണുകയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഡേ ഫുള്ള് നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഇന്ന് നൈറ്റിൽ ഞാൻ പോകുവാനായിട്ടില്ല. എന്തിനാ നൈറ്റിൽ പോകണം, നൈറ്റിൽ എനിക്ക് യാത്ര സുഖം, അപ്പോൾ ഞാൻ എന്തായാലും രാത്രി പോകും എന്ന് പറയും. അപ്പോൾ പറയും കാർത്തിക അറിയില്ലല്ലോ, കാർത്തികൻ്റെ അടുത്ത് നിങ്ങൾ നേരത്തെ പോയിട്ട് പറഞ്ഞേച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ പറയും ശരി പിന്നെ ചായ കുടിച്ച് ചോദിക്കും. ചായ കുടിച്ചില്ലേ അമ്മ ചോദിച്ച് എവിടെയാണ് ഇത്രയും സമയം. അപ്പോൾ വേറെ അടുത്തുള്ള പെണ്ണുങ്ങൾ വെള്ളത്തിന് വരുന്നുണ്ട്. അപ്പോൾ പറയും പിന്നെ ഒരു വരുന്നുണ്ട്, ഞാൻ പോട്ടാറിനോട് വേഗം ബക്കറ്റ് വെള്ളം നിറച്ചാണ് ശരി എന്ന് പറഞ്ഞിട്ട് അല്ല സാബു ഒരു രേഷം വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് പറഞ്ഞിട്ട് അവൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. വായൊക്കെ കഴുകി പിന്നെ മുഖമൊക്കെ കഴുകി അങ്ങനെ അവൾ വേഗം വരെ കണ്ട പടന്നെ ബക്കറ്റും വെള്ളം അവിടെ വെച്ച് ഞാൻ ഇന്ന് എടുത്തോന്ന് പറഞ്ഞിട്ട് അവൾ ബക്കറ്റായിട്ട് കൊടുക്കും. അങ്ങനെ ഇവിടെ വന്നാൽ കുളിയും ജബ്ബൊക്കെ അമ്മനോട് അറിയാം. അമ്മ ഞങ്ങൾക്ക് ഇന്ന് പിന്നെ 1 ഡേ ടൂർ ഉണ്ട്, പിന്നെ എനിക്ക് സുഗന്ധിയച്ചിൻ്റെ കല്യാണത്തിന് വാങ്ങിയ പാൻറ്റ് ഷർട്ടൊക്കെ എടുത്തരും. എൻ്റെ മോൻ്റെ എത്രയും പറയണ്ട, ഇപ്പോൾ പെട്ടെന്ന് പോകാൻ നേരത്തെ ഒരു 50 ഉറുപ്പിയും വേണം അമ്മ. അച്ഛൻ്റെ അടുത്ത് പറയണ്ടില്ലേ ഇനി മോനെ? അച്ഛൻ്റെ അടുത്ത് പറയാൻ മറന്നു. പിന്നെ ഓരോ കാര്യങ്ങളായിപ്പോയില്ല, അനിയൻ്റെ ഏട്ടൻ്റെ കല്യാണം വെള്ളിയാഴ്ച പറഞ്ഞതാണ്, പിന്നെ ശനി ഞായർ മറന്നു പോയതാണ് അമ്മ. ഇപ്പോൾ രാവിലെ പെട്ടെന്ന് ഓർമ്മ, കുളിക്കാൻ പോയപ്പോൾ ഓർമ്മ, കിണറ്റുകരന്ന് ഓർമ്മ, പിന്നെ ഓടി വന്നാന്ന് അറിയിച്ചൊക്കെ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞാട്ടോ മുട്ടാണ്. പിന്നെ അവിടുന്ന് പൈസ മേടിച്ചാറ്. അമ്മേൻ്റെ അടുത്തില്ലേ പൈസ, അച്ഛൻ്റെ അടുത്ത് പറയാണ്ട പോകുന്നു വേണ്ടാറ്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ എല്ലാവരും പോകേണ്ടി വയ്ക്കും. അപ്പോൾ ചേച്ചി പറഞ്ഞില്ല കാർത്തിക ടീച്ചർ ഉണ്ട്, ഞങ്ങൾ ടീച്ചർ പറഞ്ഞിട്ട് കാർത്തിക ടീച്ചർ ഉണ്ടെന്ന്. അപ്പം എന്തായാലും ചേച്ചി ഉണ്ടാവും. പിന്നെ ശാലിനെ വിളിച്ചു വന്നു, മോളെ എങ്ങനെയുണ്ട്? അമ്മേ പോകുന്നുണ്ട്, അത് കാർത്തികൊക്കെ പോകുന്നുണ്ട്, അപ്പം ഞാനും പോകുന്നുണ്ട്. എന്നിട്ട് എന്തേ പറയാതിരുന്നു നിങ്ങൾ രണ്ടാളാ? പറയാൻ മറന്നു, രണ്ടാൾക്കും ഒരുപോലെ പറയാൻ മറന്നു പോയാ. അച്ഛൻ്റെ അടുത്ത് വേഗം പോയി പറഞ്ഞു. അപ്പം മോൻ്റെ ഒന്ന് ഓടിപ്പോയി പറഞ്ഞാളുടെ. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് പിന്നെ അപ്പം മോൻ്റെ പറയും 50 ഉറുപ്പിക മേടിക്കണം എനിക്ക് അച്ഛൻ്റെ അടുത്ത് കുട്ടികൾക്ക്. അപ്പം മോളെ എനക്ക് പൈസ വേണ്ട അറിയും. അപ്പോൾ എനിക്ക് പൈസ അമ്മ തന്നാൽ മതി, ഇനി അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങേണ്ട അറിയും. അങ്ങനെ മോൻ്റെ വേഗം കുളിച്ച് മാറ്റി പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞിരിക്കണേ. ചായ കുടിക്കുമ്പോൾ ഇവിടെ മെല്ലെ അവൻ്റെ അടുത്തേക്ക് ഗുലായിൽ പോയിട്ട് പറയും വേഗം ഈ പോണം വയ്ക്ക് കാർത്തിക ടീച്ചർ അല്ല ഈ വേഗം അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് കാർത്തിക ടീച്ചറുടെ അടുത്ത് പോയി ഇരുന്നോട്ടോ, പിന്നെ കാർത്തികനോട് പറയും കാർത്തിക അറിയാത്തതാണെന്നത് ഓക്കെ എന്നറിയും. അങ്ങനെ ചെക്ക പോവും. ചെക്കൻ വേഗം പോയി അച്ഛൻ്റെ അടുത്ത് രാവിലെ തന്നെ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് എന്താടാ മറ്റേ അങ്ങോട്ട് വന്നേ അച്ഛാ, നമുക്ക് ഇന്ന് ഒരു പിന്നെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാട്ടാൻ കൊണ്ടുപോകുന്നുണ്ട്, അപ്പോൾ 50 ഉറുപ്പിയാണ്. അതെനിക്ക് വീട്ടിൽ നിന്ന് ചോദിച്ചാൽ പോരെ, അമ്മൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരെ? അമ്മൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അമ്മ പറഞ്ഞു അച്ഛനോട് പറഞ്ഞില്ല, അതുകൊണ്ട് പിന്നെ കാർത്തിക ടീച്ചറാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ചിലപ്പം കാർത്തിക ടീച്ചറുള്ളതിനെ കൊണ്ട് ചേച്ചി ഉണ്ടാവും, അപ്പോൾ ഒന്ന് പറയാം അച്ഛൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു. അതുകൊണ്ട് അമ്മ തരാമായിട്ട് പറയാം. അത് പറയാനായിട്ട് ഇപ്പോൾ വന്നതാ. എന്നാൽ ഇനി പൈസയും തരാമെന്നാ. ഏച്ചിക്ക് വേണം പൈസ, ഏച്ചിക്ക് വേണമെന്ന് എനിക്കറിയില്ല, എനിക്ക് 50 ഉറുപ്പിയാണെന്ന് പറയും. അതിന് 100 ഉറുപ്പിയ അച്ഛടുത്ത് കൊടുക്കും. അപ്പോൾ പിന്നെ ബാബു വേണമെന്നുണ്ടാവില്ല, ഒരു ടൗണിൽ പിന്നെ സാധനം എടുക്കാൻ പോയതായിരിക്കും. അങ്ങനെ നേരെ കാർത്തിക ടീച്ചർ എടുത്തിച്ചു. അപ്പോൾ കാർത്തിക ടീച്ചർ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും, പണിക്ക് പോകാനുള്ള ഒരുക്കങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ
അപ്പോൾ കാർത്തിക ടീച്ചറെ പിന്നെ എന്താ മട്ട രാവിലെ തന്നെ ഇന്നല്ലേ നമുക്ക് പിക്നിക്കിന് കൊണ്ടുപോകണം നമ്മളെ സ്കൂളിൽ നിന്ന്, അത് ചേച്ചി പറയാൻ വേണ്ടി വന്നപ്പോൾ അവളെ പിക്നിക്കോ എന്നൊക്കെ അപ്പോൾ ആന്നറിയും. അപ്പോൾ ഇവളൊന്നും മിണ്ടില്ല. അപ്പോൾ അവൾ പറയും മട്ട അങ്ങോട്ട് പറഞ്ഞാത്ത കിട്ടുന്നത് എന്താ മട്ട പറയും സാബേട്ട നമ്മളോട് പിക്നിക്കിന് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത് കാർത്തിക ടീച്ചർ ഇനി ചേച്ചിനെ കൂട്ടിയിട്ട് സ്കൂളിൽ നിന്ന് പിക്നിക്കിന് പോകാമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട്. ആണോ ചേച്ചി എന്താ പറഞ്ഞിട്ട്? ചേച്ചി അതില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം സാബേട്ടൻ പറഞ്ഞു ഇനി സാബേട്ട ഏട്ടൻ്റെ കല്യാണത്തിന് വരുള്ളൂ, അപ്പം പിന്നെ കാണാനും സംസാരിക്കാനും ഒന്നും ഒരു ഇതുണ്ടാവില്ല. പിന്നെ സാബേട്ടനെ കിട്ടിയില്ല, പിന്നെ സാബേട്ടൻ ദുബായിക്ക് പോവുകയാണ്, അപ്പോൾ ഒന്നിനും കഴിയൂല, 2 വർഷത്തേക്ക് സ്വാഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോവാനാ. ആ ശരി അങ്ങോട്ട് ചായ അടിച്ചോ. അപ്പോൾ അവിടുന്ന് ചായ കുടിച്ചില്ല എന്നുള്ളതില്ലല്ലോ ഇവിടെ. അപ്പോൾ ഓളെന്ത് ചെയ്യും വേഗം തേങ്ങാപ്പാലും കുത്തപ്പൊക്കെ എടുത്തുകൊണ്ട് അവന് കൊടുക്കും, ഇത് കഴിച്ചോ പറയും. അങ്ങനെ ചേച്ചി ഇങ്ങോട്ട് വരും എന്നുണ്ടെങ്കിൽ ചേച്ചി ഇവിടെ നാദി പറഞ്ഞിട്ടുള്ളത്. ആ ശരി പറഞ്ഞു. അങ്ങനെ കാർത്തികൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ ഇവളെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വർക്കിന് പോയി. അങ്ങനെ ശാലിനി മാറ്റി പിടിച്ച് അങ്ങനെ സുന്ദരി കോതമൈലമേറ്റ് അങ്ങനെ കാർത്തികൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ തന്നെ സാബു പോയിണ്ടാവും കേട്ടോ. അങ്ങനെ സാബു ആ കുളത്തിൻ്റെ വക്കത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ അവിടുന്ന് കാണും. അപ്പോൾ സാബുവിലേക്ക് അവളെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ അവളെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് പറയും ശാലിനി ഇമ്പിളിപ്പോഴൊന്നും കാണൂല, അതുകൊണ്ടാക്കി പേടിയുണ്ട് സാബു ആരെയും കാണും. ഇപ്പം അന്ന് ഇമ്പിളി ടൗണിൽ പോയത് ആരും കാണാണ്ട് രക്ഷപ്പെട്ട് ഇനിയിപ്പം പാസ്പോർട്ടിൻ്റെ കാര്യത്തിന് തന്നെ ആരെയും വരും. എന്തായാലും വേണ്ടില്ല ഈ ഒരാഴ്ച ലീവ് എടുത്തേക്ക്, എന്തായാലും നമ്മളിത് കൊടുത്തിട്ട് അധിക ദിവസമായില്ലല്ലോ, അപ്പോൾ എന്തായാലും ഈ ആഴ്ച ലാസ്റ്റൊക്കെ ആകുമ്പത്തിന് വരും എന്നൊക്കെ പറയാം. അവർ കാർത്തികൻ്റെ വീട്ടിലേക്ക് പോവാറ്. അങ്ങനെ രണ്ടാളും കൂടി അവിടെ നടന്നിങ്ങനെ പോവാട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര മതിയെന്ന് വിചാരിച്ചാലോ, കുറേ സമയമായിപ്പോയാൽ എന്തായാലും പറ്റില്ല. അങ്ങനെ പിന്നെ ഓൻ പറയും പിന്നെ അങ്ങനെ കാർത്തികൻ്റെ അവിടേക്ക് വളവ് തിരിയണ സമയമായാലും ഓൻ പറയും ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ശാലിനി കാർത്തികനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നോട്ടോ പറയും. അപ്പോൾ ഓളറിയാം പോരി സാബു കാർത്തികൻ്റെ വീടൊന്ന് കാണാമല്ലോ. അവർ വേണ്ട അതാ അവിടെ നിന്ന് അങ്ങോട്ട് തിരിയണമല്ലേ, എനിക്കറിയാം ആ വെയിലി ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഇവള് വേഗം പോയിട്ടോ. സാബു ബസ് സ്റ്റോപ്പിലേക്കും പോകും. അങ്ങനെ കാർത്തികൻ്റെ അടുത്ത് പോയാൽ കാർത്തികൻ്റെ അച്ഛനും അമ്മയൊക്കെ വർക്കിന് പോയി ഉണ്ടാവും. അങ്ങനെ ഇവള് കാർത്തികനെ വിളിക്കും. അങ്ങനെ കാർത്തിക വേമ്പൂട്ടിയൊക്കെ കെട്ടി അവസാനിക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 കൂടി ഇറങ്ങി ചടപടപടെ ഏച്ചിട്ട് ഓടി അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയാൽ ബസ് സ്റ്റോപ്പിലുണ്ടാവും സാബു നിൽക്കണേ. അങ്ങനെ ഒരു ഓർക്കാണ്ടൊരു പിക്നിക്ക് ഒരുക്കി കിട്ടുക കേട്ടോ. അങ്ങനെ അവർ പിന്നെ നമ്മളെ ബസ് വരുന്ന നോക്കി ഇങ്ങനെ നിന്ന് അങ്ങനെ ബസ് വന്ന് രാവിലത്തെ ബസ്സല്ലേ, അപ്പോൾ ആളൊക്കെ കുറവാണ്, സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അടുത്തടുത്ത സീറ്റിലിരുന്ന് സാബു ബാക്കിലിരുന്ന് അങ്ങനെ അവർ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ പിക്നിക്ക് നമ്മൾ 1 ഡേ ടൂറിന് പോയ ശാലിനിയും സാബുവും കാർത്തിക്കും മൂട്ടിനും കൂടി പോവാണ്, ഹാപ്പി ആയിട്ട് പോവാണ്. ആ പോകുന്ന കഥ ഇനി ബാക്കി അവരവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും മറ്റൊക്കെ അടുത്ത കഥയിൽ പറയണതായിരിക്കും. നമ്മൾ പുതുവത്സരത്തിൽ പറയാം. പുതിയ നല്ല നല്ല സന്തോഷങ്ങളുള്ള നിമിഷങ്ങളൊക്കെ നമുക്ക് അവർക്കുണ്ടാവുന്നത് അതൊക്കെ നമുക്ക് പുതുവത്സരത്തിൽ പറയട്ടെ. നമ്മൾ ഉണ്ണിയിട്ടൊപ്പം വരും. അപ്പം നമുക്ക് ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഞാൻ ഈ വർഷത്തിൽ ലാസ്റ്റായിട്ട് തരുന്നു. ഇനി അടുത്ത വർഷത്തിലായിരിക്കും നമ്മളെ സ്നേഹവും സന്തോഷമൊക്കെ നമ്മൾ തരുന്നത്. അപ്പം ടാറ്റ ബൈ ബൈ ലവ് യു. ഡെക്സ ബേബി ഒരു ടാറ്റ പറഞ്ഞാലേ വേഗം അമ്മയ്ക്ക് ഒരു ഉമ്മ തന്നാൾ ഇവർ വരുന്ന ഇവർ കാത്തിക്കണേ. ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി എൻ്റെ കുഞ്ഞിന് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരാം, കുഞ്ഞിക്കണ്ണിൽ. വാ നമുക്കൊരു ഉമ്മ എന്നാലുണ്ണി, അമ്മയുടെ കുഞ്ഞല്ലേ ഉമ്മ മാത്രമേ തരുള്ളൂ. ഒന്നും പറഞ്ഞു കേൾക്കില്ലേ കുട്ടി, എന്താ ഉമ്മ ഉണ്ടാ? അയ്യോ കുട്ടി പറഞ്ഞാ കേൾക്കത്ത കുട്ടി. ഓടാ പൊട്ടോ ഉമ്മ ഉണ്ടറാ, അമ്മയ്ക്ക് ഉമ്മ ഉണ്ടറാ. എൻ്റെ കുട്ടി അനുസരിക്കില്ല. ഈ കൊല്ലം ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ കുട്ടി അനുസരണമില്ലാത്ത കുട്ടിയിപ്പേ അമ്മയ്ക്കും വരില്ല. ഉമ്മ തരണം, ഉമ്മ ഇന്ന് കുറേ ഉമ്മ ഞങ്ങൾ വൈക്കിന് പോകുമ്പോ ഒക്കെ തന്നത്. അപ്പോൾ ഓന് ഉമ്മക്ക് വിലയില്ല. ടാറ്റാ ഗുഡ് നൈറ്റ്. അപ്പോൾ ഓൻ ചേച്ചി ഞാൻ തോറ്റു. അപ്പം എൻ്റെ കുട്ടികളുടെ ഇടയിൽ എപ്പോഴും അമ്മമാർ തോൽക്കണതല്ല. അപ്പോൾ അമ്മമാരൊക്കെ ശ്രദ്ധിച്ചോളൂ. കുട്ടികളുടെ ഇടയിൽ ഇമ്പളൊന്ന് തോറ്റു കൊടുത്താൽ അവരെന്ത് ചെയ്യും, ഇമ്പളിഷ്ടങ്ങൾക്ക് ജീവിക്കും. ടാറ്റാ. ഇമ്പളിഷ്ടങ്ങൾക്കൊന്നും ഇപ്പത്തെ മക്കളെയൊന്നും കിട്ടൂല. അപ്പോൾ അവർ നല്ലതൊക്കെ തിരഞ്ഞെടുക്കും. അതൊക്കെ നാളെ പറയാം. ലവ് യു ഉമ്മ. നാളെ നാട്ടിച്ചില്ല ഞാൻ ടാറ്റ പൊട്ടട്ടാ, എന്നെ കൊണ്ടുപോവില്ല. ഇതിൻ്റെ അടുത്ത് വരണ്ട, വേഗം കട്ടിൻ്റെ തൊട്ട് പോയി കുത്തരുന്ന.
എൻ്റെ കുഞ്ഞിൻ്റെ ഈ കുഞ്ഞിക്കണ്ണിൽ ഇങ്ങനെ വെള്ളം നിറയെ ഒരാഴ്ചയായി തുടങ്ങിയിട്ട്, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എൻ്റെ വാവനെ. ബേബിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. അവൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നം. ഇവിടെ വേറെ നായ്ക്കുട്ടികളുണ്ട്. ഡെക്സ പോവാ, അങ്ങോട്ട് പോണ്ട. നല്ല പേടിച്ചിരിക്കുകയാണ് എൻ്റെ കുട്ടിക്ക് ഇഞ്ചക്ഷൻ വയ്ക്കുന്നുള്ള പേടി. നോക്കിനെ നോക്കിക്കുന്ന ഡെക്സ. ഡെക്സിന്റെ മുഖമൊക്കെ മാറും ഇവിടെ വന്ന്. ഡെക്സ അയ്യോ ഗൈസ്, നമ്മളെ ഡെക്സ ബേബിന്റെ കണ്ണിൽ മരുന്നിട്ടിക്കാൻ പോവാണ്. ഒരു ട്രിപ്പ് രാവിലെ ഇട്ടിച്ച് വേണ്ട, ഞാൻ തുറന്നോളാം. അപ്പൊ ഇതൊന്ന് പിടി. അവിടെ ഇരിക്കേ. ഓ അത് കിട്ടണം. ഒരു വിളിയും കൂടി, ഒരു വിളിയും കൂടി, ഒരു വിളിയും കൂടി.